Next topic is how to delete a column from a data frame. We can delete the column from a data frame by using any of the following. First one is del statement or del operator or del keyword. Second is pop method. Third one is drop method. Now we will see how these are implemented. Okay. Then first example. Given a statement del df of list 3. See, we are using the same example in last session. What is that example? Import pandas spd series s is created and df data frame is created, and we are giving the column names as list 1, list 2, list 3 like that. From that, list 3 is going to remove. We can simply delete a column by passing the column name in subscript with df. ഇവിടെ ഈ ബ്രാക്കറ്റിൽ ഇങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡി എഫ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തു. ഇവിടെ ഈ പ്രോംപ്റ്റിൽ കൊടുക്കുമ്പോൾ നമ്മൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വേണ്ട, വെറുതെ ഡി എഫ് എന്ന് കൊടുത്താൽ തന്നെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ലിസ്റ്റ് 3 ഈസ് റിമൂവ്ഡ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസിങ് പോപ്പ് മെത്തേഡ്. df ഡോട്ട് പോപ്പ് ലിസ്റ്റ് 3. ഇത് മെത്തേഡ് ആവുകൊണ്ട് നമ്മളിവിടെ സ്ക്വയർ ബ്രാക്കറ്റ് അല്ല, റൗണ്ട് ബ്രാക്കറ്റ് ആണ്. ലിസ്റ്റ് 2 ആണ് റിമൂവ് ചെയ്യാൻ പോകുന്നത്. വി ക്യാൻ സിംപ്ലി ഡിലീറ്റ് എ കോളം ബൈ പാസിങ് കോളം നെയിം ഇൻ പോപ്പ് മെത്തേഡ്. പോപ്പ് മെത്തേഡിലേക്ക് ഏത് കോളമാണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ പേര് ജസ്റ്റ് പാസ് ചെയ്താൽ മതി. ദെൻ ഡി എഫ്. അപ്പോൾ ലിസ്റ്റ് 2ഉം റിമൂവ് ആയിട്ട് ബാക്കിയാണ് ഇവിടെ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഹൗ ടു ഡിലീറ്റ് എ കോളം യൂസിങ് ഡ്രോപ്പ് മെത്തേഡ്. See this example. Import pandas spd. We are creating a series with the data as a list of integers. df equal to pd dot data frame of s and df dot columns equal to list 1. അപ്പോൾ ലിസ്റ്റ് 1 എന്നാണ് കോളത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റ് 2ൽ we are giving 50 as value. അപ്പോൾ എത്ര റോ ഇൻഡെക്സ് ഉണ്ടോ അത്രയും റോസിൽ 50 വരും. ഇവിടെ എത്ര റോസ് ഉണ്ട്? 1 2 3 4 റോസ് ഉണ്ട്. അപ്പോൾ അവിടെ 4 വാല്യൂസ്, അടുത്ത കോളത്തിൽ 4 വാല്യൂസ് 50 50 50 50 അങ്ങനെ വരും. ദെൻ df1 ഈക്വൽ ടു df ഡോട്ട് ഡ്രോപ്പ് ലിസ്റ്റ് 2 ആക്സിസ് 1. വാട്ട് ഈസ് ദ മീനിങ്? ആക്സിസ് ഈക്വൽ ടു 1 മീൻസ് ടു ഡിലീറ്റ് ഡേറ്റ കോളം വൈസ്. അപ്പോൾ ഇവിടെ കോളം വൈസ് ആണ് ഡേറ്റ റിമൂവ് ചെയ്യണത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്സിസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? df2 ഈക്വൽ ടു df ഡോട്ട് ഡ്രോപ്പ് ഇൻഡെക്സ് ഈക്വൽ ടു 2 3 ആക്സിസ് ഈക്വൽ ടു 0. ആക്സിസ് ഈക്വൽ ടു 0 മീൻസ് ടു ഡിലീറ്റ് ഡേറ്റ റോ വൈസ് വിത്ത് ഗിവൺ ഇൻഡെക്സ്. റോ വൈസ് നമുക്ക് തന്നിട്ടുള്ള ഇൻഡെക്സിലുള്ള വാല്യൂസ് റോ വൈസ് റിമൂവ് ആയി പോകും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡി എഫ് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലിസ്റ്റ് 1ൽ 10 20 30 40 വരും. ലിസ്റ്റ് 2ൽ 50 ആണ് ഇവിടെ വരേണ്ടത്. ഇവിടെ ഇവരുടെ പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ് 40 40 വന്നിരിക്കുന്നത്. ദ വാല്യൂ ഇസ് 50. ആൻഡ് ഹിയർ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഗിവൺ ആഫ്റ്റർ ഡിലീഷൻ. സോ ആഫ്റ്റർ ഡിലീഷൻ എന്ന് അവിടെ കാണിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് പ്രിൻറ്റ് ഡി എഫ് വന്നിരിക്കുന്നു. അപ്പോൾ ഡി എഫിൽ എന്താണുള്ളത്? df1 ഈക്വൽ ടു ഡ്രോപ്പ് ലിസ്റ്റ് 2 എന്ന് കൊടുത്തിരുന്നു. അപ്പോൾ df1 എന്നുള്ള ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ആയിരിക്കുന്നത് എങ്ങനെയാണ്? ലിസ്റ്റ് 2 എന്ന കോളം റിമൂവ് ആയതിന് ശേഷം ഉണ്ടായിട്ടുള്ള റിസൾട്ട് എന്താണോ അതാണ് df1ൽ സേവ് ആയിട്ടുള്ളത്. ഓക്കെ, df എന്നുള്ള ഡേറ്റ ഫ്രെയിമെന്ന് ലിസ്റ്റ് 2 ഡ്രോപ്പ് ചെയ്തതിന് ശേഷം വരുന്ന വാല്യൂസാണ് df1ൽ സ്റ്റോർ ആയിരിക്കുന്നത്. സോ ദ റിസൾട്ട് ഈസ് ലിസ്റ്റ് 1 10 20 30 40. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? df2ൽ എന്താണ് സേവ് ചെയ്യണത്? df എന്നുള്ള ഡേറ്റ ഫ്രെയിമിൽ നിന്ന് ഇൻഡെക്സ് 2 3 എന്നുള്ള 2 ഇൻഡെക്സ് എന്നുള്ള
ഇൻഡെക്സിലുള്ള ആ ഇൻഡെക്സിലുള്ള റോസിലത്തെ വാല്യൂസൊക്കെ റിമൂവ് ആയിട്ട് ബാക്കി മാത്രമേ അവിടെ കാണിക്കുള്ളൂ. അപ്പോൾ റിസൾട്ട് കണ്ടുവോ? 0th ഇൻഡെക്സ് റോയിലെയും ഫസ്റ്റ് ഇൻഡെക്സ് റോയിലെയും വാല്യൂസ് മാത്രം കാണിക്കും. ദാറ്റ് ഈസ് 0th ഇൻഡെക്സിൽ 10 വന്നിരുന്നു, ഫസ്റ്റ് ഇൻഡെക്സിൽ 20 വന്നിരുന്നു. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻഡെക്സ് ഈക്വൽ ടു 2,3 എന്ന് കൊടുത്തത് കൊണ്ട് ഇൻഡെക്സ് വാല്യൂസ് ആയിട്ടുള്ള 2ലും 3ലുള്ള എലമെൻറ്റ്സ് എല്ലാം റിമൂവ് ആയിട്ട് ബാക്കിയുള്ള ഈ 2 റോസ് മാത്രമേ DF2 എന്നുള്ള ഡേറ്റ ഫ്രെയിമിൽ സേവ് ആയിട്ടുള്ളൂ. ഓക്കെ, സോ DF2 contains values at indices 0 and 1, and DF1 contains values at column list 1. Clear ആയോ?